ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തനി നാടൻ മീൻകറി. തിരുത മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. വളരെ സിമ്പിളാണ്, പക്ഷെ ആ നാടൻ രുചി ഇഷ്ടമുള്ളവർക്ക് ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമുക്ക് നോക്കാം ഇതിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ കറിക്ക് നമുക്ക് കടുകും വേണം, ഉലുവയും വേണം. 1/4 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയും വേണം. 2 തണ്ട് കറിവേപ്പില, ഒരു 8-10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പച്ചമുളക് വേണം. ഞാൻ ഒരുപാട് എരിവില്ലാത്തൊരു വലിയ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ 2 ചെറിയ എരിവുള്ളതും ഉപയോഗിക്കാം. പിന്നെ 3-4 കഷ്ണം ഉണക്കമുളക് പൊട്ടിച്ചത്, ചെറിയ കഷ്ണം മതി കേട്ടോ. പിന്നെ കുടംപുളി വേണം, ഒരു 4 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് പുളി അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. പിന്നെ 1 കിലോ മീൻ, ഇവിടെ തിരുത മീനാണ് ഉപയോഗിക്കുന്നത്, ഗ്രേ മല്ലറ്റ് എന്ന് പറയും. ഈ മീൻ വെക്കാൻ നല്ലൊരു റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. പിന്നെ 250 ഗ്രാം ഗ്രേറ്റഡ് കോക്കനട്ട്, 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ച് പിഴിഞ്ഞതിൻ്റെ പാലെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടെ മുളക് പൊടിയാണ് സ്റ്റാർ, നല്ല മുളക് പൊടിയായിരിക്കണം. പിരിയം മുളകിൻ്റെ നല്ല കളറും അത്യാവശ്യം എരിവുള്ള നല്ല മുളക് പൊടി, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് രണ്ടും കൂടി 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സിമ്പിൾ അല്ലേ, റെഡി അല്ലേ? നമുക്ക് വേഗം തന്നെ തുടങ്ങാം. ഒരു മൺചട്ടി എടുക്കണം. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മുടെ കടുകും ഉലുവയും കൂടി ഇട്ട് കടുകൊന്ന് പൊട്ടാൻ വേണ്ടി കാത്തിരിക്കണം. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില, നമ്മുടെ ചുവന്നുള്ളി, പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും ഉണക്കമുളകും എല്ലാം കൂടി ചേർത്ത് ഇനി നന്നായി ഒന്ന് വഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് എത്തിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി വന്നതിന് ശേഷം നമ്മൾ ആ പേസ്റ്റാക്കി വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെ പേസ്റ്റ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണം. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇറ്റിച്ച് കൊടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണണം. ഈ സ്റ്റെപ്പിൽ ഇത് തീരെ അടി പിടിക്കാതെ നോക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് ഇറ്റിച്ച് കൊടുത്താൽ മതി. എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര മീൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മൂടിക്കെടുക്കാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളം വേണം. ഞാനൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ചേർക്കുക. പിന്നെ നന്നായി കഴുകി വെച്ചിരുന്ന കുടംപുളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചാറ് ഒന്നും തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നു. വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഓരോ പീസോ ഒന്നും അതൊക്കെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് കറിയിലേക്ക് ചേർത്ത് ഇടുന്നത്. കണ്ടില്ലേ, ഒരുപാട് വെള്ളം പാടില്ല. നമ്മുടെ മീനൊന്നും മൂടിക്കെടുക്കാനുള്ള അത്ര, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് പിഴിഞ്ഞ തേങ്ങാപ്പാലും കൂടി ചേർക്കും അവസാനം. അപ്പം ഇനി തവിയൊന്നും കൊണ്ട് ഇളക്കരുത്. ഇളക്കണമെങ്കിൽ നമ്മളുടെ ചട്ടി തന്നെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി, നന്നായിട്ട് എല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി തീ കുറച്ച് 10 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് കുക്കായി ആ ചാറൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട് 10 മിനിറ്റിന് ശേഷം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന 1/4 പാല്, ഇത് 250 ഗ്രാം ചെറിയ തേങ്ങ, 1.5 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചതിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ പാല് എടുക്കുന്ന 1/4 പാലാണ് ഈ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മുടെ കറി ഒന്നും കൂടി വറ്റി ഒന്നും കൂടി കട്ടിയാവണം.
ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കുറുകി കട്ടിയായി വരുന്നുണ്ട് കറി. ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ റെഡിയാണ്. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. ഉപ്പ് പാകത്തിനില്ലെങ്കിൽ ചേർക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പുളി നോക്കിയിട്ട് നന്നായി പുളി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്ത് മാറ്റിക്കോളൂ. കാരണം ഇരുന്നത് പുളി ഒരുപാട് പിടിക്കണ്ട. അത് ഓരോ പുളി അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ തുറന്നിട്ട് പുളി എടുത്ത് മാറ്റും. ചോറിനായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയ നാടൻ തിരുത കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തിരുതയാണ് ഈ കറിക്ക് ബെസ്റ്റ്, അല്ലെങ്കിൽ തിരുതയ്ക്ക് പറ്റിയ ബെസ്റ്റ് കറിയാണ് ഇതെന്ന് പറയാം. വേറെ മീൻ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതലും ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ തിരുത വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മുടെ കാർന്നോന്മാരൊക്കെ വരുമ്പോഴേ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വിവരം അറിയിക്കണം, ഫോട്ടോ അയക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.